ഒരു ഈസി ഈവനിങ് സ്നാക്ക് എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലുള്ള സാധാരണ ചേരുവകളൊക്കെ വെച്ച് കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാൻ പറ്റിയ എഗ് സാൻഡ്വിച്ചാണിത്. വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് സർപ്രൈസ് ചെയ്യിപ്പിക്കുക. കുറച്ചുകൂടെ ബെറ്റർ ടേസ്റ്റിൽ സെയിലൊക്കെ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് 4 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. മുട്ട വെന്തതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കതിൽ നിന്ന് 2 മുട്ട എടുത്ത് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി, 1/4 ടീസ്പൂണും പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ വിനീഗറിന് പകരം നമുക്ക് നാരങ്ങാനീര് ചേർത്താലും മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ശകലം ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ ചേർക്കാം. ഓപ്ഷനിലാണ്, ചേർക്കണമെന്നില്ല. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എഗ് മയോണൈസ്. അപ്പോൾ ഈ മയോണൈസ് വെച്ചിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 മുട്ട ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ മുറിച്ചിട്ടാലും മതി. എല്ലാം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ സവാള ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി അതുപോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചത്, സവാളയുടെ പകുതിയൊക്കെ മതി, ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസ്, ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണൊക്കെ ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഇല്ലാതെ ഉണ്ടാക്കാം. ഇല്ലാത്തവർ ഇതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിൽ നമുക്ക് വേണമെങ്കിൽ ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം മയോണൈസിൽ ഉപ്പുണ്ട്, സോസിലും ഉപ്പുള്ളതാണ്. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി, ഒരു നുള്ളൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വെതറിയിട്ടിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു കൂട്ട് കഴിക്കാനായിട്ട്. നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെക്കാം. അതിലേക്ക് ഒരു സ്ലൈസിലേക്ക് മിക്സ് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സാധാ ബ്രെഡാണ് കേട്ടോ, വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെഡാണ്. ഇപ്പോൾ സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുകയാണ് നല്ലത്. അതുപോലെ ഒരുപാട് പഴകിയ ബ്രെഡൊന്നും എടുക്കരുത്, കുറച്ച് ഹാർഡായിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണ്ടേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണം. എന്നിട്ട് അടുത്ത സ്ലൈസ് കൊണ്ട് അടച്ചു വെച്ച് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മതി, നിർബന്ധമില്ല. വൈകുന്നേരമൊക്കെ കുട്ടികൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് അല്ലേ ഇത്. കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കുകയും ചെയ്യാം. സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാനാണെങ്കിൽ 3-4 പേർക്കൊക്കെ കഴിക്കാം. ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നടുക്കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അടിപൊളി, നമ്മുടെ ബേസിക് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കാം. 2 സ്ലൈസിലും തേച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മിക്സ് എടുത്ത് വെച്ച് എല്ലായിടത്തുനിന്നും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് അടുത്തതെടുത്ത് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് സൈഡ് കട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നാലും മതി. അടുത്തതിന് ബട്ടർ തേക്കുന്നില്ല, സാധാ സാൻഡ്വിച്ച് ആയിട്ടൊന്നും ചെയ്യാണ്. ഞങ്ങളിവിടെ 2 പേര് മാത്രമല്ലേ ഉള്ളൂ, മോള് ജർമ്മനിയിലല്ലേ ഉള്ളത്. നമ്മളിപ്പോൾ പ്രായമായി എന്ന് മനസ്സ് സമ്മതിച്ച് തരില്ല, അത് വേറൊരു കാര്യം. എന്നാലും ശരീരം സമ്മതിച്ച് തരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബട്ടറൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അടുത്തത് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. 2 സ്ലൈസിലും ബട്ടർ തേക്കാം. എന്നിട്ട് അതിലേക്ക് സാൻഡ്വിച്ചിൻ്റെ മിക്സ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു ചീസ് സ്ലൈസ് വെച്ച് മറ്റേ സ്ലൈസ് കൊണ്ട് അടച്ചു വെച്ച് നമുക്ക് പാനിൽ കുറച്ച് ബട്ടർ ആക്കി കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഇപ്പുറത്തെ പോർഷനിലും ബാക്കിയുള്ള ശകലം ബട്ടർ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, തേച്ചിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് മുരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല ചൂടോടെ കൂടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. തണുത്താലും കുഴപ്പമൊന്നുമില്ല, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അതും 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ സൈഡും കട്ട് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ 8 സാൻഡ്വിച്ചസ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ടോസ്റ്റ് ചെയ്തതാണോ ടോസ്റ്റ് ചെയ്യാത്തതാണോ? ചൂടോടെ കഴിക്കാൻ ടോസ്റ്റ് ചെയ്തത് നല്ലതാണേ. മറ്റേതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ടോസ്റ്റ് ചെയ്തതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയതൊന്നും പറയില്ല കേട്ടോ, നല്ലൊരു ഫ്ലേവറാണുള്ളത്. ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. ഇതുപോലെ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, ടേസ്റ്റിയൊക്കെ തന്നെയായിരിക്കും. അതുപോലെ സെയിൽ ചെയ്യാനാണെങ്കിലും പറ്റും.
ഇനി സെയിലൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലെ ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. റാപ്പിലേക്ക് വെച്ച് കട്ട് ചെയ്ത് ഈ സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ച് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ച് അങ്ങ് കവർ ചെയ്ത് എടുക്കും. അത്രയേ ഉള്ളൂ. ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ച് നമുക്ക് ഒന്നിച്ച് സെയിൽ ചെയ്യാം. പാർട്ടികൾക്കോ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് സെയിൽ ചെയ്യാം. ഇപ്പോൾ ഒരു സാൻഡ്വിച്ചിന് ഒരു 20-25 ഒക്കെ വാങ്ങിച്ചാൽ മതിയാകും. അത് തന്നെ നല്ല ലാഭമായിരിക്കും. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇതുപോലെ സാൻഡ്വിച്ച് റാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ കഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ കയ്യിലൊന്നും പറ്റില്ല, കൈയൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തുറക്കുക, കടിക്കുക, കഴിക്കുക. അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ലഞ്ച് ബോക്സിലും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.